तेरा साउंड क्लियर नहीं है। तुम्हारा साउंड बोलो। എടാ അത് വല്ല ചെക്കനാടാ, പെണ്ണൊന്നല്ല ചെക്കനാണ്. तेरा साउंड खराब है। എടാ വോയിസ് ചേഞ്ചർ ആയ വോയിസ് ചേഞ്ചർ ആട്ടോ, വോയിസ് ചേഞ്ചർ ആണ്. ഏതോ പയ്യനാണ്ടാ, കൊച്ചു പയ്യൻ. അത് ഞാനും പറഞ്ഞു. അബേ തുമാരെ കോ ഫോൺ കോൻ തന്നു? കോൻ ദേദിയാ? ഞാനൊക്കെ നിന്റെ പ്രായത്തിന് മറ്റേ പിന്നെ അങ്ങോട്ട് കറക്റ്റ് ഡയലോഗ്. അബേ യാർ എനിക്കൊരു തോക്ക് നിന്റെ മോനെ, എന്റെ കൂടെ ഇറങ്ങി എല്ലാം തോക്ക് മാറിക്കൊണ്ടോ. അതെ हेलो 4 नंबर, तुम्हारा नाम क्या है? तुम्हारा असली वॉइस अच्छा नहीं है, वॉइस अच्छा क्लियर नहीं है भैया. तुम वॉइस में क्लियर करो, रेंज नहीं है ना, तुम्हारा वॉइस कम ही है. अबे किसको मार रहा है? ടീം വൈപ്പാക്കിയ അവനും വൈപ്പായി. ഒരുത്തനെ ഞാൻ കൊന്നു എന്റെ ടീമില്, ഇവനെ അടിച്ച. അതാരാ? ഞാൻ എന്തായാലും ഒരുത്തനെടുത്തും കൂടെ ഇവിടെ ആയ ഒരാളെ ഞാൻ എടുത്തിക്കണ്. അവരുടെ ടീമേ എന്തായാലും ഇവിടെ തന്നെ ഉണ്ടെന്ന് കൺഫേം ആണ്. എന്തായാലും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് മക്കളെ. ഇപ്പൊ തന്നെ ഒന്നും ബിഗലിട്ടോ മക്കളെ. രണ്ടെണ്ണത്തിനെ കൊന്നു ഇവിടെ. എവിടെ ആവുന്ന നാട്ടിൽ നോക്കിയപ്പോ ഡാമേജ് മാത്രമേ ഉള്ളൂ, ഗില്ല് കാണാനൊന്നുമില്ല. हेलो 4 नंबर, 4 नंबर तुम्हारा घर किधर है भैया? घर किधर है ना? 4 नंबर बोलो. गाँव किधर? गाँव കേരളാടാ. ഗാവ് നാട്. നാട് വേണ്ട, നാട് നാട്ടുകാരും പേച്ച നാട് നാട്ടുകാരടാ, അതുകൊണ്ട് ആവശ്യമില്ല. എഴുതിയ വരികൾ അതെന്തോ ഒരു വീഴ്ചയാടാ വീണേ. ഒരു ഐഡിയ നല്ലൊരു ബായ് എങ്ങനെ നിക്കുന്നേ നോക്കിയേ, സേഫ് ആണോ? ബായ് ഏതോ ഒരു മറ്റേ വീട്ടിലാണ്, പീക്കിന്റെ അടുത്തുള്ള, അവിടെ ലൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ആള്. ഇവിടെ എനിമി ഉണ്ടേ. ഇജോടുന്ന് വിട്ടു, ഇജോടുന്ന് നല്ല സ്കൂട്ടായിക്കോ, അത് നല്ല. കാരണം ഞാൻ ഒരുത്തരും നോക്കിട്ടടാ, ഇന്നെ വേറെ ഒരുത്തരും നോക്കിട്ട്. എനിക്ക് കുറച്ചുകൂടെ കില്ല് കിട്ടിപ്പോനെ. തൂക്കി വിട്ടല്ല, ഇനി നോക്കാന്നൂല്ല, ഞാൻ കയറി അടിക്കുക. എന്താ വെച്ചാ കാട്ടിക്കും, ഇവിടെ സേഫാണ് ചേട്ടാ, ഇവിടെ സേഫാണ്. നിങ്ങൾ സേഫ് അല്ലേ? നീ അടിക്കുക, നീ കയറി അടി, ഞാൻ ഇതാ വരുന്നു, ഓൺ ദ വേ. ഒരു ഗണ്ണ് കിട്ടി, ഞാൻ അവിടെ എത്തിയിരിക്കും കൺഫേം. ആ നല്ല ഗണ്ണിട്ടടാ മുത്ത, ചക്കര പൊളി. ഇങ്ങോട്ട് വരല്ലേ? നീ അടി വാങ്ങണം എന്നാണ് പറഞ്ഞത്, കൊടുക്കാന്നാണ് പറഞ്ഞത്, നീ കേട്ടില്ല ശരിക്കും പറഞ്ഞത്. രണ്ട് സൈഡിൽ നിന്ന് നോക്കി അടിക്കുന്നതാ, ഒരുത്തനാണ് അടിക്കുന്നെങ്കിൽ അടിക്കാം, നോ പ്രോബ്ലം. അത് ഞാൻ ചോദിച്ചേ, ഇജ് അടി വാങ്ങാന്നാണോ പറഞ്ഞത് കൊടുക്കാന്നാണോ പറഞ്ഞത്, ഞാൻ കേട്ടില്ല. ആണ്ടനെ വാ, അവന്മാരെ പകരം കൂട്ടണം വാ. ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നു. ഏയ് അങ്ങനെ പറയാനില്ലേ. എന്നെ ഊമ്പിച്ചവൾ ഊമ്പിത്തെറ്റിച്ചവൾ പോയവൾ, ഏതോ പൂറന്റെ പോയി അവൾ. ആരെക്കൂടെ പോയി? ഏതോ ഒരു പൂറന്റെ പോയി. പൂറൻ അവനെ നശിക്കും, അവളെ നശിക്കും.
അവള് പോയപ്പോ നശിച്ച്, ഇനി എന്ത് നശിക്കാൻ? ആദ്യം അവന്റെ അച്ഛൻ ചാവും, ആ കൊണ്ടുപോയി അവന്റെ. രണ്ടാമത് അവൻ ചാവും. രണ്ടാമത്തെ അവൻ ചാവുന്നോ? പിന്നേരാ? ഇല്ല 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 ഇല്ല, ആദ്യം അവളെ അച്ഛൻ ചാവും. ആദ്യം അവളെ ഉണ്ടാക്കിയേനി. ഞാൻ പോയിന് ഇങ്ങനെയൊക്കെ ഓത്ത് വിടണേനി ചാവണം. ഞാനാ രണ്ടടി വെറുതെ കൊടുത്ത്, രണ്ടടി തിരിച്ചും കിട്ടി. അതന്നെ, അത് മാത്രമേ ഓർമ്മ ഉള്ളൂ. 1000 ടോക്കൺ വെറുതെ പോയി. ഇവിടെ ടോക്കണേ ഇല്ല, അതിന്റെ ഇടയിൽ കൂടെ 1000 ടോക്കൺ എന്നൊക്കെ നീ ഇങ്ങനെ പറഞ്ഞാലോടാ. എനിക്ക് ആ മറ്റേ 500 രണ്ടെണ്ണം കിട്ടിയിടക്കെ. 200 500 വരവാ ഒരു അത് കിടക്കണ അവനക്കും കിട്ടി 500. അടിപൊളി. 200 500 700 എന്താ കണക്ക്? ABCD കണക്കാ. എടാ അടിടാ വരടാ. എടാ മീ യൂസ് ചെയ്തിട്ട് അടിക്കല്ലേ മോനെ. എനിക്ക് നാളത്തെ പണി കിട്ടിയത് ഒരടിക്ക് മാത്രം കഴിച്ചിലായതാണ്. ശ്രദ്ധിക്ക് മോനെ. ബാക്ക് വലിയടാ. അവൻ്റെ കള്ള ഗണ്ണ് കണ്ടാൽ തന്നെ മനസ്സിലാക്കുക ബാക്ക് വലിഞ്ഞോ. ആ ബെസ്റ്റ്. രുദ്ര പിന്നെയും മൈക്കോപ്പാക്കി. നേരെ ഓടറാ. ഓടി ആ 200 എടുത്ത് ഒരുത്തനെ തൂക്ക്. വലത് മാറി ഇടത് മാറി ഓടിപ്പോ. വലതും മാറി എരുതുന്ന അടി വരും ചെയ്യുമ്പോ പോടാ. അവിടെ തന്നെ പോയിക്കണി. അറ്റ്ലീസ്റ്റ് ആ ടോക്കൻ എടുത്തെങ്കിലും പോ. എടുത്തു എന്നുള്ള സമാധാനത്തിന്. അല്ല വെൻഡിങ് മെഷീൻ എടുക്ക് പോ. ഒരിച്ചപ്പോ ടോക്കൺ തരും. ഭൈരവപ്പ ടോക്കൺ തരും. വെൻഡിങ് മെഷീൻ അവിടെ പോയിക്കടാ. ഭൈരവ വേഗം ആരെങ്കിലൊക്കെ അടിക്കാൻ. മാനത്തുനിന്ന് ആരടിക്കാനടാ ബൈ? അത്രേ ഉള്ളൂ. അല്ല ഇവന്റെ അടുത്ത് പറഞ്ഞ ബ്ലേസിന്റെ അടുത്ത്. അവൻ ചത്തറ പിന്നെ ഇട്ട് പിതുക്കുക. ഭൈരവ നിങ്ങൾ ഇങ്ങനെ കൊല്ലാനൊന്നും പാടില്ല. ഭൈരവ തൂക്കല്ലേ. കൊള്ളാം. യൂസ് ആക്കുന്നടാ. എവിടെ ഞാൻ ഓൺ ദ വേ. വെയിറ്റ് ചെയ്യ്. അവരോട് യൂസ് ചെയ്യല്ലെന്ന് പറയൂ. ഞാൻ അപ്പോൾ തന്നെ എത്തും. എന്റെ മാമന്റെ മോനല്ലേ പറയാ. ഉടനെ അവൻ കേൾക്കുകയും ചെയ്യും. ഇവിടെ എനിമി ഉണ്ടോ ഇവിടെ? ഞാൻ എത്തിക്കുട്ടാ. എടാ ഗണ്ണ് വേണം തന്നെ. ഇന്റെ അടുത്ത് കോള പൊട്ടി. ഗണ്ണ് ഞാൻ തരാം, എന്നാലും പേടിയില്ല. കണ്ട് ഒറ്റ അവനെ തീരുമാനിക്കട്ടെ. അന്നാ ഗണ്ണ് മോനെ ഒരു പൊക്ക്. പെട്ടെന്ന് പൊക്കടാ. ഇന്റെ നോക്കൊക്കെ പൊക്കണടാ അവന്മാര്. അയ്യോ പണി പാളി. അത് കള ചാടിയത്. വാടാ ചെറുതായിട്ട് സൈഡിക്കായി മാറിപ്പോടാ. വേഗം വാ. അത്രേ ഉള്ളൂ. അവന്മാർക്ക് കറക്റ്റായിട്ട് മനസ്സിലായി. സ്പൈഡർ കിട്ടും കേട്ടോ. അണ്ണാക്കിലടി കോർത്തി കൂടെ ഒക്കെ അടിയായിരുന്നു. അതവിടുന്നാ എന്നെ പണിയേ. എടാ ഇന്ന അടിച്ച പെടുന്നാടാ. R+R -GMG അതെന്ത് കണക്കാ? ഞാൻ പഠിക്കാത്തൊരു കണക്ക്. അവിടെ ഇനി ഇറങ്ങണ്ട. കാരണം നമുക്ക് ഇവിടെ ഇറങ്ങി തോക്കം എടുത്തോണ്ട് പോയി അമ്മരെ പെണ്ണ. മൂമ്പിയ വർത്താനം നീ പറയരുത് വന്നിറങ്ങുമ്പോഴേ കേട്ടോ. ഒരുമാതിരി വന്നിറങ്ങുമ്പോഴേ നീ ഒരുമാതിരി വലിയ വർത്താനം പറയരുത്. എടാ 100 ടോക്കൺ എടുക്കടാ. ഞാൻ വല്ല ആമറ അടിച്ചു എന്നാലും വീട്ടിലോ കിട്ടി. നീ എവിടെ നിന്നാ പോയി ചാവണ ഇങ്ങനെ?
എടാ ഇവിടെ ഇറങ്ങിയതിന്റെ ശേഷമാണ് ഇജ്ജ് കണ്ടെടുത്തിട്ട് പോവാന്ന് പറഞ്ഞു അഞ്ചുള്ള ധൈര്യത്തിൽ ചാടി. ഇല്ല ഇല്ല ഭൈരവന്റെ അടുത്തുണ്ട്. ഭൈരവ പൊക്കി തട്ടറ ഭൈരവ. മുത്തല്ലേ ചക്കരല്ലേ പൊന്നല്ലേ അത്രേ ഉള്ളൂ. അടിക്കാൻ പോണതിന് മുന്നേ ഞാൻ പത്തു. ഞാൻ എത്തുമ്പോ പോവാ. ഞാൻ എത്തിയിട്ട് പോവാ. വെയിറ്റ് ചെയ്യും. ഞാൻ ഇപ്പം എത്തും. ആ കൈ മറ്റു മെഷീൻ കണ്ണ് കിട്ടിയിരിക്കണ ഇനി വരത്തി അടിക്കവാ. അതല്ല എന്റെ മറ്റേ സാധനം കിട്ടിയത് 100 ഉണ്ട് എന്റെ. അല്ല വേണ്ട രണ്ടും കൂടി പോയി അപ്പൊ ഡെവല ശ്രദ്ധിക്ക്. ഞാൻ അപ്പൊ എത്തുള്ളൂ. വെയിറ്റ് ചെയ്. എടാ ABCD ആർക്കാ വണ്ടി? അവന്റെ ഒക്കെ തന്നെ കൊടുക്കണ. ആർക്കാ പണി കിട്ടിയത്? രുദ്രനെ കിട്ടിയല്ലേ? ആ ABCD കണ്ണോടെ കിടക്കുന്നുണ്ട്. എന്റെ കൂടെ വരല്ലേ, ഞാൻ ചാവാൻ പോണേണ്. അല്ല അനുസരണുള്ളവൻ മുടി ഇട്ടിട്ടുണ്ട് പോയി. ഇവിടെ എനിമി വന്നടാ. അയ്യോ ഇവിടുത്തെ എൽ ഷേപ്പ് രണ്ട് നോക്കും കൂടി പിന്റെ നീ ഒന്ന് പൊക്കിത്താ. ഒന്ന് പൊക്കിത്താടാ. മറ്റു രുദ്രം ഭൈരവ ഒന്ന് പൊക്കിത്താ. റിയോ കറോ ഭൈരവ. ഞാൻ വീണിക്കണ് ഭൈരവ. ഡെവിളും ഞാൻ എത്തുമ്പോ ചെന്നാലും മതിയാവും. ഞാൻ ചെന്ന് എനിക്കെന്തായാലും ഉപകാരം ഉണ്ട്. എന്റെ കണ്ണ് കിട്ടും. ആ എങ്ങനെ അടിക്കാന്? അവര് എത്ര ആളുണ്ട്? 4 പേരാ. ഓടാ അവിടുന്ന് കള്ളപ്പള്ളി. പണി വാലും പള്ളത്ത് കിട്ടി. അവന്മാര് കണ്ടടാ എന്നെ. ലിസ്റ്റ് കയ്യിലേ കഴിഞ്ഞു. പക്ഷെ എടാ ഭൈരവയിൽ എത്ര ടോക്കൺ ഉണ്ട്? ആരുടെ ആവശ്യത്തിലോട്ട് ഇല്ലടാ ഈ തോക്കില് ഒരുത്തനോടുണ്ട്. അവനെയും കൂടെ എടുത്ത നല്ല സ്പീഡിൽ അങ്ങോട്ട് വരെയാണ് ഒരു ഹാക്കർ. രുദ്ര ഒന്ന് പെട്ടെന്ന് ചാവ്. എനിക്ക് റിപ്ലൈ കാണണം. എടാ ഒന്ന് വേഗം ചാവടാ. ഇവിടെ പൊക്കണടാ. വേഗം ചാവ്. ഒന്ന് ചത്തു വിടറാ. എലിമിനേഷൻ റിപ്ലൈ ഉണ്ട്. ഹാക്കർ എന്നടാ അവൻ. ലവ് ആണ് ഹാക്കർ. ലവ് ഹാക്കർ തന്നെ ആവും തോന്നണപ്പോ. കാരണം നല്ല അടിച്ച് പിന്നെ അവിടുന്ന് വന്നുണ്ട്. ലവ് മാത്രമേ അവന്റെ ടീമില്. ഞാൻ എത്ര പേരെ പണിന്നറിയാമോ മയില്. റോബിൻസൺ അല്ലേടാ നിന്നെ അടിച്ച? ലവ്നാടാ. ലവ്നാടാ വരുന്നേ.
എടാ അപ്പൊ ടീം ഫുള്ള് ഹാക്കറാണ്. എലിമിനേഷൻ റിപ്പോർട്ട് അടിക്കണം. റോബിൻസൺ അവനോടെ ലവിന് കാണാൻ തന്നെ അയ്യോ. എടാ ഇവനാണോ റോബിൻസനാണോ? ഓ ആ പൂറിമാനാണ്ട്ര എന്നെ അടിച്ചേ. അവൻ തന്നെ ഹാക്കർ. പിടിച്ചേട്ടാ അവിടെ രണ്ടാളുണ്ടോ അല്ലെങ്കിൽ അടുത്തില്ല. നമുക്ക് 4 കില്ലി അടിച്ചാണ്ട് പോയി. നിങ്ങളെ കൊണ്ട് അത് പറ്റിയ എന്നിട്ട് പറയും 4 കില്ലി അല്ലല്ല ബ്ലൂ സോണില്. അതല്ല ഞാൻ പറഞ്ഞോടെ 4 ആള് തൂക്കിട്ട് 4 എണ്ണൊന്നുമില്ലേ? ഇല്ല ഞാൻ ഇവിടെ വലിയൊരു അടിയിൽ നിൽക്കുക. ഞാൻ അതിലൂടെ MP5 പോയടാ. അതിന്റെ MP5 3 ലെവൽ പോയി. അതാ വെച്ചത്. കളിച്ചുണ്ടാക്കി MP5 വരുന്നു. എടുക്കണേ കറക്റ്റായിട്ട് അടി. പൂണ്ടച്ചകളെ ഇവന്മാര് സൈഡിന്നും കാലിന്റെ ഇടയിന്നും കൂടെ ഒക്കെ വന്നൊക്കെ പൊക്കാൻ വേണ്ടി കാത്തിരിക്കണേ. എവിടെ ചാവൂലെങ്കിലേ ആ മനസ്സൊക്കെ കണ്ടോ? ഏതാ പൊക്കാൻ വേണ്ടി കാണിക്കുന്ന ആ മനസ്സില്ലേ, അവിടെയാണാ കളി. ഇവിടെ മറ്റേ ഡിജിമോൻ തൂറി വെച്ച് പാവുണ്ട്. എന്റെ മറ്റേ അക്കൗണ്ടിൽ പെറ്റുണ്ടോ ഇപ്പം കാണുമ്പോ? ഞാൻ അടുത്ത അക്കൗണ്ടിൽ മറ്റേ വരാം. ഡിജിമോനാ എന്റെ ലോക്കലോളി പെട്രാ. സത്യം നല്ല അതുണ്ടത് കാണാൻ. ഡ്രാഗൺ കുഞ്ഞാണെങ്കിൽ ഡിജിറ്റൽ മോൺസ്റ്റർ ആണ് ഡിഗി മോൻ. പോക്കറ്റ് മോൺസ്റ്റർ പോക്കേമോൻ. കാലിന്റെ ഇടയിലും പലോടുന്നോണ്ട് അടിയായിരുന്നു. ജട്ടിക്കുള്ളിലെ ഭീകരൻ. എടാ ഞാൻ ടോക്കൺ തന്നിട്ട് പോട്ടാടാ. നടക്കണ് കൊടുക്കണ്ട എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുക. എടാ ഇടിമിന്നൽ ഇടക്കണ്ടാ താഴെ. എടാ കൊമ്മാലേ ഞാൻ എന്താ വരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ, എന്റെ സ്കില്ല് വേറെ ആയിപ്പോടെ. ഓമറല്ല ഭൈരവ ഇവിടെ എവിടെ ചെത്ത? ഭൈരവ എവിടെയാണ് ചത്ത? വാ അവനെ അടിക്കാം. ആദ്യം നമുക്ക് ഇവിടെ ഉള്ളവന്മാരെ അടിക്കാം, എന്നിട്ട് വേറെ എവിടെയെങ്കിലും പോവാം. അങ്ങനെ ഇവിടുന്ന് പോവാൻ പറ്റില്ലേ? ഭൈരവേനെ അടിച്ചിട്ട് നീ ഇവിടെ നിന്ന് പോവണം മൈരജീവനും കൊണ്ട് കൊണ്ടച്ചുവാനെ. വേറെ എടുത്തുണ്ടെങ്കിൽ അവനെ അടിക്കും. ഇനി അവന്റെ അച്ഛൻ വന്നാ അവനെ അവനുണ്ടോന്നുള്ള എടാ അത് വെച്ചാ ഇപ്പൊ ഹെഡ്ഷോട്ട് അടിച്ചവനെ. എടാ ആരെടാ ഈ നശിച്ചവൻ? എടാ മര്യാദക്ക് പോകുന്ന ആളിയിട്ട് മനസ്സമാധാനം ഇല്ലടാ നിനക്കൊക്കെ. വാങ്ങിച്ചിടുക ഇപ്പൊ പോയി അടിക്കുക. എന്തിരിക്കായി കണ്ടു കഴിഞ്ഞാ പിന്നെ അടിക്കാതിരിക്കാൻ. അടിച്ചില്ലെങ്കിൽ നമ്മളെ നമ്മളെ നോക്കും. ഊമ്പി ഞാൻ ഊമ്പി നടുക്ക് വന്നിരിക്കണതാ. എടാ ഞാൻ തിരിച്ചു പോകാനുള്ളായിരുന്നു. ഭൈരവ ടോക്കൺ കൊടുത്തിട്ട് ഒരാളായിരുന്നു. കുഴപ്പമില്ല വന്നോടാ. അമ്മാര് വണ്ടിയും കൊണ്ട് പോയി. ഞാൻ തിരിച്ചു പോവാം. ഭൈരവ ടോക്കൺ കൊടുത്തിട്ട്. പോയി ടോക്കൺ കൊടു. അവനെങ്കിലും ഇപ്പൊ ചാവണ കണക്ക് ഭൈരവ് ഒന്നും കൂടെ ചാവുമെങ്കിൽ ഓർത്തത് തന്നെ. ടോക്കനും പോവും എല്ലാം പൂറും പോവും. ഞാൻ ടോക്കൺ തന്നിക്കണേ. ഭൈരവ ഇനി മുകളില ഭൈരവ മുകളില. അവിടെ താഴത്തെ കോയിൻ കൊടുത്തോണ്ട് മുകളില. സ്ട്രിപ്റ്റി നിക്കണ്ട ഉണ്ടാച്ചി. എനിക്ക് ആ ഇംഗ്ലീഷിനെ പണണം. അവനെ പണ്ണണം. എനിക്ക് ഇവിടുന്ന് ചാടണം.
ഇന്ന് നാളെ വെക്കണം. എടാ തിരിച്ചു പോകും. ഇല്ല ഒരുത്തനുള്ളൂ, വേഗം വന്നാൽ കിട്ടും. പിന്നെ ഒരുത്തൻ മറ്റേ ഇതിൻ്റെ ഉള്ളിൽ വെൻഡിങ് മെഷീൻ്റെ അവിടെ തന്നെ ഒരുത്തൻ പൊക്കണുള്ളൂ. എന്ത് മോയ കളിയാടാ അത്. കൂലി മോനെയും കൂടെ അടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ തീർന്നിനാണ് അവന്മാരെ. ഇത്തിരി അങ്ങോട്ട് വാടാ, എനിക്ക് അവനെ അടിക്കണോടാ. മച്ചു നമ്മളുണ്ട്. എടാ എന്ത് മയിരാടാ അത്, എന്തൊരു നശിച്ചവൻടാ അവൻ. അത്രയും നേരം അവന്റെ ടീം രണ്ടുപേര് ചാവണത് വരെ അവ അവിടെ നശിച്ചവൻ ഉറങ്ങിയിരുന്നു കേട്ടാ. എന്നിട്ട് അടിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എഴിച്ചു വരണ്ടാ, വച്ച് പിതുക്കി വെച്ച് നിറഞ്ഞ്. എനിക്ക് എന്തായാലും അത്ത കളി അടിക്കണം. ഞാൻ അങ്ങോട്ട് പോവാ. ഇതേതാ മൈരൻ അടുത്തവൻ? ഒന്ന് വാടാ, എന്റെ തീരുമാനം. എന്നാ പണിയേ കിട്ടി. രുദ്ര പോടാ. രുദ്ര എങ്ങനെയും രക്ഷപ്പെടാ. ഭൈരവേരയില് 3600 ടോക്ക് ഇരുന്നതാണ്. ഭൈരവ കാണിച്ച വേലേ. മച്ചാനെ സോൾഡർ പൊളിക്കും. വേണ്ട വേണ്ട, എടാ ഓർഡർ എടാ ഫ്രണ്ട് ലൈമിയാണോ? രണ്ടുപേരാ അങ്ങോട്ട് കേറല്ലടാ. വണ്ടി വിട്, ബാക്കി പോയി ആ വണ്ടി ഇട്. ഓട്ടോറിക്ഷയെങ്കിൽ ഓട്ടോറിക്ഷ, ബോട്ട്. അതന്നെ പോട്ടെ. ഭൈരവ ടോക്കണെല്ലാം തിന്ന് നിങ്ങള് ഏമ്പക്കം വിടണടായിരുന്നു. എടാ അങ്ങ് സോണോട്ട് പോടാ. സോണ്ട് ഔട്ട്ക്ക് പോടാ, എന്നാ കിട്ടും. നീ വേണ്ടേ, ഞാൻ പറഞ്ഞുതരാം. വേണ്ട, അവിടെ പോ, സെന്റോസേ പോ, വണ്ടി എടു, സെന്റോസേ പോ, ഒറ്റ മൈൻഡ് പോ. വണ്ടി ഇരിക്കാതെ പോടാ, ഒന്ന് മൈൻഡ്. ശ്രദ്ധിച്ചു പോയിക്കോ, അവിടെ എനിമി ഉണ്ട്. എനിമി ഉണ്ട്, ശ്രദ്ധിച്ചു പോ. ആ സിപ്ലൈനും എങ്ങനെയെങ്കിലും പിടിക്കണം. അതൊന്നും നീ നോക്കണ്ട. സിപ്ലൈൻ നീ ഒന്ന് എത്തിക്കഴിഞ്ഞാ പിന്നെ ഏതാ തീരുമാനമായി, കഴിച്ചില്ലായി. ഒരടി കിട്ടാനുണ്ടായിരുന്നല്ലോ, അത് പോയാ. ഒരടി കൂടെ കിട്ടിയിരുന്നെങ്കിൽ വേണ്ടേ, ചക്ക വെട്ടിയിട്ടാണെങ്കിൽ ആ വീണ നീ ഗെയിം കളിക്കണ ആരും അല്ലടാ മൈര. ഗെയിം പിന്നെ ഞാൻ വേണ്ടാന്ന് വെക്കും. എടാ ഗെയിം ഒരു മനുഷ്യന് വേണ്ടാന്ന് വെക്കാം, പക്ഷെ വേറെ പല ആഗ്രഹങ്ങളും ഒരു പ്രത്യേകിച്ച് ഒരു 2 കല്യാണം കഴിയാനുള്ള പയ്യന്മാർ ഏകദേശം മനസ്സിലായി കാണൂല എന്താണ് ആ കാര്യം. എടാ ഞാനൊന്ന് ബാക്കിറങ്ങിട്ട് വരാം കേട്ടാ. അപ്പൊ ഞങ്ങൾ ആ ബാങ്കിനൊരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ട് ഇങ്ങ് വരാം. കൊണ്ടൊക്കെ വന്നാൽ 2 തെറി വിളിക്കട്ടെ. നശിച്ച കൊണ്ടുണ്ട് നശിപ്പിക്കാനായിട്ട്. കൊച്ച് ടൈമത്രടാ? 2:57 1 മണിയാ സമയം. 12:57. ഒരു സമയമുള്ളതായി
രാവിലെ എന്തെങ്കിലും പണി ഉണ്ടാവാൻ അന്വേഷിക്കാനുള്ളതാ. മനുഷ്യൻ്റെ പൈസ ഈ അഞ്ചിൻ്റെ പൈസ ഇടവും 2 ദിവസം നല്ല പണിക്കും അക്കൗണ്ട് ടോപ്പിലാണല്ലോ. അക്കൗണ്ട് മാറ്റം പറഞ്ഞാൽ റീഫണ്ട് അടിച്ചാണ് ഇപ്പം ഈ കോലത്തിലാക്കിയതാണ്. റീഫണ്ട് അടിക്കൂ നീ അതെങ്ങനെ? അത് പണ്ട് പറ്റിയിരുന്നു. ഇപ്പം എങ്ങനെയാണെന്ന് ഐഡിയ ചെയ്യാം റീഫണ്ട്. പണ്ട് ഈ റീഫണ്ട് അടിച്ചിട്ടാണ് ഈ കോബ്ര വണ്ടിൽ തന്നെ എടുത്തത് ഞാൻ. അതിന് 1 വർഷത്തോളക്ക് അതിന് 2 വർഷത്തോളം മൈനസായി കിടക്കും ചെയ്തിട്ടുണ്ട് നിന്റെ അക്കൗണ്ട്. പിന്നെ ഗരീനൊക്കെ ഞാൻ ടോപ്പ് ചെയ്ത് കൊടുത്തതിനയച്ചാണ് കളിക്കാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ ഉടായ്പ കളിച്ച് അവിടെ ഞാൻ മറ്റേ പറഞ്ഞ മന്ത്ലി മെമ്പർഷിപ്പ് എടുത്ത് കൊടുത്ത് അപ്പോഴും ഡയമണ്ട് കിട്ടുമല്ലോ 2500 ഡയമണ്ട്. സുഖമായിട്ട് എടുത്ത് കൊടുത്ത് 700 റുപ്യ ലാഭമുള്ളൂ. എന്നാലും ലാഭമല്ലേ. കറക്റ്റ്. അന്ന് എല്ലാവരും ഇതേമാതിരി സ്കോളിൽ വരുമ്പോൾ കുറച്ച് വെല്ലുവിളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടാക്കിയിട്ടത്. എന്തായാലും പക്ഷെ പറയണ്ട പ്രശ്നമാക്കട്ടെ. അടുത്ത കളിയിൽ ഞാൻ വരാം. അടുത്ത കളിയിൽ ഞാൻ പ്ലെയിൻ്റെ പുറത്ത് വരാം. മക്കളെ ടോക്കനൊക്കെ റെഡിയാക്കി കളി. ടോക്കനൊക്കെ റെഡിയാക്കിയിട്ട് പറയണേ. അല്ല ഒരേ ഒരു സ്കോഡേ ഉള്ളൂ. എന്റെ കല്ലറയിലേക്ക് എത്താനുള്ള ടോക്കൺ ഞാൻ തന്നെ. അയ്യോ ആരിത്? 2 എനിമിയാണ് എന്റെ കൂടെ. 2 ടീമാണ്. എനിക്കൊരു 2 എനിമിനെ പോയിട്ടാ മതി. 4 പേരുടാ ആ പറിക്കാത്ത ഇറങ്ങിയത്. അതിലൊരുത്തനെ ഞാൻ പണി. എടാ ഒരു 300 ടോക്കൺ കിട്ടും. ബാക്കി 3 എണ്ണം കൂടെ എന്നെ അങ്ങ് പണി. അതല്ല 300 ടോക്കൺ കിട്ടണമെങ്കിൽ ഞാൻ പൊക്കിക്കോളാം. 300 ടോക്കണില് പൊക്കി തരാം. എടാ എഴഞ്ഞെങ്കിലും പോയി രക്ഷപ്പെടാൻ ഞാൻ നോക്കിയടാ. നടന്നില്ലടാ. എഴഞ്ഞെങ്കിലും പോയി ഒരു ടോക്കൺ തട്ടാൻ നോക്കി. അതിന് മുമ്പേ അങ്ങ് ഫിനിഷ് ആക്കി മേരിയോട്. അല്ല 300 ടോക്കൺ കിട്ടിയാൽ മതി. കാരണം നീല കൊട്ടയാണ്. നീല കൊട്ടയിൽ 300 ഇട്ട് വെക്കാലോ. എടാ എല്ലാരും ഒന്ന് സിറിഞ്ച് വാങ്ങിക്കിട്ടാ കളിക്കണമേത്. എല്ലാരും ഒരു 200 വീതം എടുക്ക. എടാ ഇത് ഇനി 2 പേര് ഇടാ. 2 പേരാ ഇവനെ പണിക്കുന്നു. വാൾട്ടറിന്റെ പണി. അന്തസ് ഉള്ളവനടാ ഡിമിത്രി ഇട്ടാടാ. അന്തസ് ഉള്ളവന്. 300 ഓക്കെ. ഭൈരവ പൊക്കണ്ട. വിട്ടേക്ക് ഭൈരവ. നമ്മളെ മില്ലിൽ ഇറങ്ങിയിട്ട് പതുക്കെ നിക്കാം. എല്ലാ ലൂട്ടും നിനക്ക് 2 തോക്കല്ലേടെ എടുക്കാൻ പറ്റൂ. നീ 10,000 ബുള്ളറ്റും കൊണ്ട് എന്ത് പൂജാൻ പോകുന്നു? മക്കളെ ഒന്നും കൂടി പൊക്കിക്കോളി. എടാ ഒന്നും കൂടി പൊക്കടാ. അടിക്കാനുള്ള ഒരു അവസരം കൊടുക്കൂല അവർക്ക്. അതാണ് മോട്ടിവേഷൻ ഡെവിലിന്റെ. അതല്ല അവന്മാരെ കാണാൻ പോലും ഗ്യാപ്പ് കൊടുത്തിട്ടില്ല. ഞാൻ എടുക്കണ ഇതിന്റെ മേലെ. ഇതിന് ഇവിടെ ഈ പാലത്ത് 2 എണ്ണം. ഞാൻ നിക്കണോടത്ത് ഇങ്ങോട്ട് വാടേ. നിന്നെ തന്നെ രുദ്രൻ ഇങ്ങോട്ടാ. 700 ടോക്കൺ ആയിട്ടുണ്ട്. 900 മതി 3 പൊക്കാൻ. ഞാൻ പോട്ടേടാ വിട്ടാ പോയി ജീവനോടെ തിരിച്ചു. അങ്ങനെ പറയും. സുട്ടുമണി ഇതാ ഇവിടെ ഒരു 200 കൂടെ ഇട്ടിട്ടുണ്ട്. സമ്മതിക്കൂല. അടുത്തൊരു 200 ഇപ്പുറത്തിട്ടിട്ടുണ്ട്. നീ കുറച്ച് നേരത്തേക്ക് ടോക്കൺ എടുക്കല്ലേ.
അല്ലോ എടാ ഈ മൈരകളെ കൊണ്ട് വലിയ ശല്യമായല്ലേ. ഇതാണ് നടക്കുന്നത്. ഓഹോ ഗതികേടും നിങ്ങളെ മില്ല് ഫുള്ള് ഓടിക്കോ. അടുത്ത മോളില് ഒരു 400 ഇട്ടിട്ടുണ്ട്. നിനക്ക് മറ്റേ ചാലഞ്ച് ട്രഷർ ഫണ്ട് മേഞ്ഞോ. മില്ല് ഫുള്ള് മേഞ്ഞോ. ഇവൻ ഒടുക്ക വന്നിട്ട് കാര്യം ഇവിടെ എരുമിയൊക്കെ പോയിക്കിട്. എടാ കുണ്ടാറോളി എന്തിനാടാ വിളിച്ചെടുത്ത് എന്നെ നശിച്ചാനെ. അതല്ല ഇജ് ടോക്കൺ കൊടുക്കുന്ന ടൈമിൽ അവരവിടെ അവിടെ തീ ഇവിടെ തീ വേവാ ഇപ്പൊ കിട്ടും. ഇപ്പൊ വന്നാ കിട്ടും. ടോക്കൺ ഇതാ ടോക്കൺ. എടാ വാടാ വാടാ മൂന്നാളെടുത്തോ. എടാ മൂന്നാള് തിരിച്ചു പോണ്ടേ. എടാ ഒരു സ്കോഡ് ഉണ്ട്. എടാ കുണ്ണേതാ പറഞ്ഞു ഇതോ വണ്ടിയിലേതോ കൂറം വരണം. എടാ വിളിച്ച് എനിമി ഉണ്ടാവണ സമയത്ത് വിളിച്ചെടുത്തു അപ്പൊ വരൂല. എന്നിട്ട് എനിമി ഇയാത്ത പോവുകയും ചെയ്യും. വല്ലാത്ത മതി. ഞാൻ നിന്റെ കാലിന്റെ ഇടയിലാണ് നിക്കണ. എന്താ വേറെ അവിടെ സ്ഥലം കിട്ടിയില്ലേ നീ? എന്നിട്ട് ഞാൻ വന്നില്ല എന്ന് പറയുന്നു. നീ എന്തോരം മൈരനാന്ന്. എടാ ആ റിവൈവ് പോയിന്റ് പൊക്കണ നിന്റെ കണ്ണിൽ അല്ല. രണ്ടാളാണ് ചങ്ങായിയെ. രണ്ടാള് തീരുമാനാക്കി. മൂന്നാള് വേം വിട്ടോ വേമ്പാ. എടാ ഇവന്മാര് ഊമ്പന്മാരായിരുന്നടാ. ആടാ മൂന്നാളുള്ളു വേമ്പാ. ഇവന്മാര് മറ്റേ എനിമി വരാൻ വേണ്ടിട്ട് കേറിയിരുന്നതാ. ആക്കറം പുറന്നല്ല. മൂന്നാളും കൂടി തൂക്കിട്ടുണ്ട് ഒരു കഥ. എന്റെ ടോക്കനും പോയി. 1500 പൗതി കിട്ടിയിട്ടുള്ളപ്പോ ബെസ്റ്റ്. ഡെവിളെ സുഖല്ലേ? അസ്സലാമലൈക്കും. തള്ളയോടി ഇതൊക്കെ ഏത് തള്ളയോളിയടായി. ആർക്കും കിട്ടിയില്ല. എന്താ പറയാ എനക്കും കിട്ടിയില്ല. വെറുതെ പോയി വാങ്ങിയ അല്ല പോയെന്തായാലും കാര്യം ഉണ്ടല്ലോ. ഈ സ്റ്റോറി മനക്ക് ഇത് എവിടെ നിന്ന് പറഞ്ഞെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അടുത്ത ബിആറിലുണ്ട്. എടാ വേറെ ഒരുത്തനുണ്ട് അവിടെ. അവിടെ രണ്ടാളുണ്ട്. അപ്പൊ ഇഞ്ചി പറഞ്ഞ ഒരുത്തനും വേറെ ഒരുത്തനോടുണ്ട്. ഇപ്പൊ എന്തിയാ അതല്ലേ ഞാനും 2700 നീ ഇരുന്നാ കിടന്നാ എങ്ങനെയെങ്കിലും ഒക്കെ പൊക്ക്. അവന്റെ നെറ്റ് പോയടാ. ആരുത് അവിടെ നീ റെസ്റ്റ് എടുക്കടാ. ഓന് റെസ്റ്റ് എടുക്കടാ. അവിടെ ഇരുന്ന് റെസ്റ്റ് എടുക്കടാ. അടുത്ത് ഞാൻ ഇവിടെ ഒരു ഡോക്ടർ ഇട്ടിട്ടുണ്ടേ. ഇപ്പൊ അടിച്ചു വന്നിട്ട് എടുത്തിട്ട് തിരിച്ചു വെക്കോ. പല പല ഓപ്ഷൻ ഞാൻ തരാം. 600 ഡോക്ടർ ഉണ്ട്. മച്ചാനെ മില്ലിന്റെ മേലെ എടുത്തണ്ട് കേട്ടോ. മില്ലിന്റെ മേലെ ഭാഗത്ത് വരുത്തണ്ടേ. ശ്രദ്ധിക്കണേ. അവിടെ നിന്ന് അടി വരുമ്പോ ശ്രദ്ധിക്കണം. ആ കിട്ടി. മേലടാ അതിന്റെ അവിടെ ടവറിന്റെ കറക്റ്റ് ഭാഗത്ത്. കറക്റ്റ് ആവും മാത്രം. ഓ മാത്രമല്ലടാ ജീപ്പറ്റ് വന്ന് അടിച്ചാ. ഇതാ അവിടെ തന്നെ ഉണ്ട്. വേവാ അങ്ങോട്ട് വരും. ആ പൂറിവനെ പണിട്ട് തന്നെ ആക്കി വരും. ലോങ് ഇല്ലെന്നാ പിന്നെ അവൻ മണ്ടയില് മൂഞ്ച വന്നിരിക്കുന്ന മുണ്ണയാന്ന് ഉടനെ. നായിന്റെ ജീപ്പ് പൊട്ടിക്കാൻ കൂടി പറ്റില്ല. അവൻ പോയി. എടാ അവൻ പോയടാ. ഓക്കലോടി വന്നാടാ രുദ്ര. 600 ഡോക്കം ഉണ്ട്. അതും കൂടെ തരാം. അതാ അടുത്ത ആൾ. വേഗം വാ. അടുത്ത ആൾ വെന്റി മിഷനോടാ. വേഗം വാ. എന്റെ ഉണ്ട് ഇല്ല നോക്കില്.
ഞാൻ ഇപ്പൊ അവിടെ നിന്ന് കയറി ഫൂട്ടറ തള്ളിയിട് അതാരും കട കിട്ടിയത് കള്ള കുരിപ്പിന്റെ കില്ലുണ്ട്. കില്ല് അത്രയും നോനെ ഞാൻ അടിച്ചിട്ടതാണ്. അത് അവർ അര കൊണ്ട് സത്യം പറഞ്ഞോ. ഞാൻ 50 കില്ല് ഹോമർ ഒരു കഥ അന്നെ പോലെ എടുത്തത്. എടാ ഒരു ചെറിഞ്ച് കഴിഞ്ഞാ ഹോമർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. ഞാൻ കഷ്ടപ്പെട്ട് നോക്കിയാണ് ആ ടൈമിനെ പോതിൽ എടുത്തിട്ട് എടുത്ത ഹോമറൊക്കെ കില്ലുണ്ടോ എടാ പാവോടാവൻ. ഇതിൽ പരം മോയ ഇനി വേറെ എന്താ? ഇതിലും വലിയ അപരാധങ്ങൾ സ്വപ്നങ്ങളിൽ മാത്രം. എടാ അതൊരു നല്ല കാര്യം കേട്ടാ. ആര് ചെയ്ത കാര്യം പക്കായി പൊക്ക റെഡിയല്ലേടാ? പ്രശ്നം നീ എവിടെ? ഞാൻ അവിടെ ഇതാ പോണു വൈരമ. എടാ ഭൈരവനത്ത് ടോക്കൺ നോക്കടാ. അൺലിമിറ്റഡ് ടോക്കൻ. ഇതാരടാ ഈ താളി? ഒരു സ്ക്വാഡറാ ഇവിടെ. പിന്നെ എന്തിനാടാ അവിടെ പോയി കിടന്നു? ഭൈരവേരയില് 3900, രുദ്രേരയില് 2300. എല്ലാം എന്റെതാ. അത് കൊള്ളാം കേട്ടാ. നല്ലൊരു കാര്യം കേട്ടാ. എടാ പൊക്കിട്ട് വാടാ. പൊക്കിട്ട് ഒന്ന് നിന്റെ അടുത്ത് ആരെങ്കിലും വാ. എടാ രുദ്ര അവിടെ 2 പേരുണ്ട്. പെണ്ണും ഞാനാ വെട്ടിയിരിക്കണ ഇപ്പൊ. എടാ നിങ്ങളെ തൂക്കാൻ ടോക്ക ഉള്ളൂടാ രുദ്രന്റെയിലും. എടാ M4 എടാ ഏക്കമാണെങ്കിൽ ഞാൻ തരാം. ഇങ്ങോട്ട് വരി. ടോക്കണൊക്കെ അവരേ ഉള്ളൂടാ തൂക്കാൻ. അവര് പൊക്കിട്ടില്ലേ? ഇല്ല എടാ രുദ്ര താഴെ പോടാ ക്യാപ്റ്റൻ. ഒറ്റ മൈൻഡ് വിട്. അത്രേ ഉള്ളൂടാ. ഇത് അവന്റെ പിടുക്ക ഇറക്കി. അത്രേ ഉള്ളൂടാ. ഇത് കളിടാ. ചേട്ടാ അവിടെ കഴിഞ്ഞ് അടുത്ത സ്ഥലം നോക്ക്. താഴോട്ട് നോക്ക്. അതല്ല മേലെ 2 പേര്. പിന്നെ ബാക്കിലത് അത്രേ ഉള്ളൂ. അവനെ അടിക്കേ. നൈസ് ചേട്ടാ. ചേട്ടാ മോളിന്ന് അടിയാ ചേട്ടാ. പൊക്കടാ രുദ്ര പൊക്ക്. അതുകൊണ്ട് പറ്റും. എടാ അവനെ അടിക്കടാ ചാവല്ലേടാ. എടാ അവൻ എവിടുന്ന് ചാടി വന്ന് എനിക്കൊരു പിടുത്തം വരണ. ഹോളിന്റെ ഇടയ്ക്കൂടെ ചാടി വന്നാ കടിക്കണ്. എടാ അവൻ ഇതിട്ടാ മറ്റേ ഇതിട്ടാ അവൻ ഇതാണ് സോളോ ഡയറാണ്. എടാ അവനെ പെണ്ണാ ഇനിമ വരണ്ടാ 4 ആക്കിന്നു. അവനും ചത്ത്, ആളുടെ ചത്ത്, എല്ലാരും ചത്ത്. എടാ 2 സെക്കൻഡ് കൂടി നിക്കണ കില്ലെങ്കിലും കിട്ടിയത്. തോക്ക് മാറ്റാൻ പോലുള്ള സമയം എനിക്ക് കിട്ടിയില്ല. പറിക്കാനായിട്ട് 10 പ്ലസ് ലാഭം 1. ഇത്രയും നേരം കഴിച്ചിട്ട് ആകെ കിട്ടിയ ലാഭം 1. എന്റെ അത്ര ഉണ്ട്. എന്റെ കുഴപ്പമില്ല. ലാഭത്തിൽ തന്നെയാണ് പോണത്. എനിക്ക് ലാഭത്തില്ല. എന്റെ ബിസിനസ് ഇപ്പൊ ലാഭത്തിൽ തന്നെയാണ് ഓടുന്നത്. എടാ ഞാൻ എന്റെ കഴിഞ്ഞ കളിയിലെ എക്സ്പീരിയൻസ് പറഞ്ഞതാ. എന്റെ കഴിഞ്ഞ കളിയിലെ മാസം എക്സ്പീരിയൻസ് ലാഭം 1. കഴിഞ്ഞ കളിയിൽ എനിക്ക് അതിന് മുമ്പ് ഒരു 9 മൈനസ് അടിച്ച് കഴിഞ്ഞ കളി 10 പ്ലസ് കിട്ടി. അപ്പൊ 1 പരിപാടി ബംഗാളികളെ പൊരിപ്പാ.
സ്വന്തമാക്കും ഞാൻ കൊന്നിൽ കോപക്കനലോ ചെമ്മാന കുങ്കുമമോ എടാ ഗേരിന് ഇനി ആരും കാണാം പൊന്നി നീ കരളിൽ പെയ്യൂലേ മനക്കണ്ണിൽ മുളച്ച് ഇനി ഒളിക്കേണ്ട അനുരാഗം മലരമ്പായി തറച്ച് ഇനി വേണോ ഈ കോപം മണവാളനാവാൻ അവകാശം നൽകാമോ? നീ പാട്ട് പാടി അന്നൊക്കെ നമ്മള് വെട്ടിക്കണ് എന്നെന്നും ഉണരവേ എന്നാ എല്ലാരും ചാവട മൈരാളെ ഞാൻ പാടിക്കൊണ്ടിരിക്കാൻ പോവാ. അങ്ങനെ ഇപ്പൊ ഞാൻ പാടാതിരുന്ന ഒരു കുണ്ണാള് രക്ഷപ്പെട്ടില്ല. ഞാൻ നേരത്തെ അതേ ഇതില് പോവേണ് ബില്ലില് നാശത്തിലേക്കാണോ നിന്റെ പോക്ക്? സുമ്മേടാ നീ നമ്മളെ അസറ്റ് ആണോ? നീയാണ് നമ്മളെ ടീമിന്റെ അസറ്റ്. അസറ്റ് അസറ്റൊന്നല്ല അസറ്റ് എന്നാ. എടാ ഇഷ്ടം പോലെ ABCD ഇവിടെ കിടക്കണ് ആർക്കും വേണ്ടാതെന്തോ. ABCD അല്ലടാ മൊണ്ണ അത് ACT. എന്തെങ്കിലും സാധനം അതന്നെ. അതിനെ കുറിച്ച് പറയുമ്പോ ഇത്തിരി ബഹുമാനത്തിലൊക്കെ പറയണം. നല്ല നോക്കാം. അക്ഷരം തെറ്റാതെ വിളിക്കുക ACT. എടാ ഈ തെർമൽ സ്കോപ്പ് നമുക്ക് സ്നൈപ്പറിൽ വയ്ക്കാൻ പറ്റത്തില്ല. നിനക്ക് സ്നൈപ്പറിന് സ്കോപ്പ് തെർമൽ സ്കോപ്പ് അവനാണ് പാണ്ട്. എടാ പൊട്ട സ്കോപ്പ് ഓൾറെഡി കിട്ടില്ലേ, പിന്നെന്തിനാ വേറെ സ്കോപ്പ്? ഇതില് ഞാൻ മാത്രല്ല ഈ മറ്റേ നമ്മളെ SBD വെക്കാൻ പറ്റൂല. എടാ മയിലെ അതിനൊക്കെ ഗരീന തന്നെ ഫ്രീ ആയിട്ട് തരുമല്ലേ. അങ്ങനല്ല തെർമൽ സ്കോപ്പ്. തെർമലിന്റെ പറി സണ്ടിയായി പറയുന്നു. എടാ 2 3 4 പേര് പണി പോളി. പാലം വെള്ളത്തിൽ കിട്ടിയല്ലോടാ. അപ്പൊ അടിച്ചു തുടങ്ങി 2 കില്ലൊക്കെ ഇട്ട്. അപ്പൊ ഇപ്പോഴും ഉടനെ ഒരു ശബ്ദം കേക്കും. കഴിഞ്ഞ കളി ഇതേപോലെ ആയിരുന്നല്ലേ. അപ്പൊ ഒരു കില്ലെടുത്ത് അവന് പണി കിട്ടി. മക്കളെ ഇതിന്റെ മൂക്കിൽ നിൽക്കുക ഇങ്ങനെ. അങ്ങനെ നിക്കല്ലോടാ ഇവിടെ നിക്കണടത്തോളം എന്തുണ്ടായി? ഇങ്ങനെയൊന്നും അല്ലല്ല ശരിക്കും നമ്മളെ ടീമിന് സംഭവിക്കാനുള്ള. ഇപ്പൊ ഒരു ശബ്ദമല്ലായിരുന്ന കേൾക്കാനുള്ള ഇങ്ങന്ന്. എടാ വാൾട്ടറിന് ഒരു സാധനം കൂടി കിട്ടിയല്ലോ, പോരാത്തൊരു ട്രോഫി. ട്രോഫിയാ? മറ്റേ സാധനം ഇനി പണി തന്ന ഇൻഫിനിറ്റി ബുള്ളറ്റുള്ള SBDയും ബൈസനും. ഞാൻ ചാവുമ്പോ അങ്ങോട്ട് വരാം മേടാ. 2200 ടോക്കൺ ഇരിക്കുന്ന 2200. ഇന്റെ അടുത്തല്ലേ? എന്റെ അടുത്ത് വെറുതെ പോകോളാ ടോക്കൺ. ഇന്റെ അടുത്ത് ഉണ്ടായിരുന്നല്ലോ അതിനെക്കാളും കൂടുതൽ. ബേജാറുണ്ടോ? അടി വാങ്ങിത്തരാൻ ഞാൻ വരുന്നുണ്ട്. നീ വാടാ മുത്തേ, എനിക്ക് അടിയാണ് വേണ്ടത്. ഫസ്റ്റ് റഷിൽ 2 കില്ല് കിട്ടിയത് അല്ലെങ്കിൽ ഓമ്പിയാണ് തന്നെ. മക്കളെ മൂത്തതാടാ. ആ പിന്നെ അച്ഛന്റെ പ്രായമുണ്ട്. അതല്ല ഇവിടെ ഉള്ള ടോക്കൺ ഒന്നും കണ്ടിട്ടില്ലേ പണി? എന്തുവാ എല്ലായിടത്തും മറ്റേ ലാൻഡ് മൈൻ കൊണ്ടിട്ടിരിക്കുന്നു. ഞാൻ ഇവിടെയൊക്കെ കൊറേ ലാൻഡ് മൈൻ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, സെറ്റ് ചെയ്ത്. എനിക്ക് തോന്നണ ഞാൻ തന്നെ ആ ലാൻഡ് മൈനിലൊക്കെ ചിന്തിക്കാറ്. ഞാൻ ടോക്കണില് 2-3 വെച്ചിട്ടുണ്ട് ഇതേമാതിരി. ഞാൻ തോണ്ട അവിടെ താഴെ മറ്റേ ഭീമാശക്തിയില് മെഴുകി വെച്ചിരിക്കുക. അടുത്ത സോണില് ചെലപ്പോ
ഫോൺ വരുമ്പം നിങ്ങൾ മൂന്നുപേരും ചാവയാണെങ്കിൽ ഞാൻ ചെന്ന് കയറണം അവിടെ കറക്റ്റ് ചെന്ന് ടോക്കന്റെ വായിൽ നിൽക്കുകയും ചെയ്യും ചാവേം ചെയ്യും. കളിക്കും 2600 ടോക്കൻ ഇരിക്കണോ ഇത് പോവെന്ന് ആലോചിക്കുമ്പോ ഒരു വിഷമം. 2600 ടോക്കൻ ഇരിക്കണം. നിന്റെ അന്ന് ടോക്കൻ തന്നിട്ട് പോട്ടാ ഞാൻ തന്നെ എനക്ക് തരണം ആലോചിച്ചിരിക്കാണ് ഇപ്പൊ. നീ വരുന്നാ കൂടാ എന്റെ ഉണ്ടല്ലോ എന്നോടെ വണ്ടി ഉണ്ടോ അവിടെ? ഇല്ല, ഉള്ള വണ്ടി തേച്ച് പോയതിപ്പോ. എടാ ഞാൻ അതാണ് ചോദിച്ച മൈര നീ പറഞ്ഞത്. ആ വണ്ടി വേണ്ട, ഞാൻ ഇല്ല കേട്ടോ. എടാ നിനക്ക് ഇഷ്ടപ്പെടുന്ന വണ്ടിയിൽ ഇനി വരാടാ. റോൾസ് റോയ്സ് വിളിച്ചോണ്ട് വരാം. കുഞ്ഞമ്മേരെ മോനല്ലേ കരീനക്കാരന്മാര്. ഇവന് എന്തരാ ഇത്ര ടേംസ് ആൻഡ് കണ്ടീഷൻസ്? വണ്ടി കിട്ടണതേ എന്തൊരു പുണ്യം. ഇതിന്റെ ഇടയിൽ കൂടെ വണ്ടി അത് വേണം ഇത് വേണം. എടാ സോണൗട്ട് എവിടേക്ക് ഇതായി കേട്ടാടായി. ഒരു ലാൻഡ് മൈന് പൊട്ടി ഇവിടെ വെച്ച ഒരു 129 ഡാമേജ് എവിടെ വെച്ചത് പൊട്ടി. 2800 ടോക്കൻ ഇരിക്കണ്ടാ. പോയിന്റ് മാർക്ക് ചെയ്യ, ഇതിലൊരു പോയിന്റ് കാണിക്കൂല, അത് മാർക്ക് ചെയ്യും. എടാ ഇവിടെ ഉണ്ട് എരുമി. അടിച്ച് പൊട്ടിക്കല്ലേടാ മയിരെ. എരുമിനെ ഓട്ടാടാ ഓട്ട. എടാ ആരടാ നിശ്ചയന്മാര് വേറെ ടോക്കൻ എടുക്കണ? ഞാൻ മാത്രം. എടാ ചാവല്ലേ ചാവല്ലേ ചാവല്ലേ. എന്താ വാലില് തീ പിടിച്ച പോലെയൊക്കെ പറഞ്ഞ എന്താ കാലില് തീ. ഏയ് മാറി ഓടാ. 5000 ടോക്കൺ ബഗ്ഗായെന്ന് തോന്നണ്ടാ. എന്റെ കാലില് ബഗ്ഗായടാ. എടാ കാലില് ബഗ്ഗായടാ. തീ പറഞ്ഞണ്ടാ കാലില്. എടാ 5300 ടോക്കണൊക്കെ എന്തിനാണോ ആയി? 5300 ടോക്കൺ നിന്നെ വന്നേടാ. ആ അത് എന്റെ 2700. എടാ നീ പോയി ചാവല്ലേടാ രുദ്ര. എടാ ഇന്റെ അടുത്ത് ഒന്ന് വാടാ. ഡെവിള ഇന്റെ അടുത്ത് വേഗം വാ. വരുന്നടാ. ഈ വണ്ടി ഒന്ന് എനിക്ക് വന്നോട്ടെ. ഞാൻ അതല്ലേ പറഞ്ഞ വണ്ടി എടുത്ത് കളയാന്. ഇല്ല ഇത് കളയൊന്നുമില്ല. രണ്ടാള് ഒന്ന് പെരണ്ട മണ്ടക്ക്, ഒന്ന് ഇവിടെ ഈ ഡ്രോപ്പിന്റെ ഭാഗത്ത്. ഒന്ന് പെരണ്ട മണ്ടക്കും കണ്ടിക്കണം, ഒന്ന് ഡ്രോപ്പിന്റെ ഭാഗത്തും കണ്ടിക്കണം. എന്തായാലും താഴത്തിറങ്ങാതെ പോരും, അത് ഉറപ്പ്. ഞാൻ വെല്ലിംഗ് മെഷീന്റെ ഭാഗത്തോടെ പോയി കളിച്ചിരിക്കട്ടെ. ഇവിടെ എവിടെയാണോ ഇനി 32 പേരല്ലേ ഇവ? എന്നിട്ട് എവിടെയാടാ 32 പേര്? 5300 ടോക്കൺ കളഞ്ഞോടാ നീ. അകത്ത് പൊക്ക് അത് നവന്നുണ്ട് ഡെവിൽ അത്ര ഉണ്ട്. എന്റെ പൊക്ക് വളരെ ജൽദി ഇത്രയും ടോക്കൺ കിടക്കണ പിന്നെ വെറുതെയാ? എവിടെയാടാ എടാ മൂഞ്ചിയടാ. തായോടെ എവിടെ നിന്ന് മാറിക്കളഞ്ഞടാ. എന്റെ നോക്ക് പോയടാ. എവിടുന്നാടാ അടി വന്നേ? അത് ശരി, അതിന്റെ മേലക്കാണ്. എടാ പണി പോലില്ല, വണ്ടി എടുത്ത് പോലല്ലോ, ഞാനുണ്ട്. വണ്ടിയെടുത്ത് പോലെന്ന് പറഞ്ഞ് എടാ എവിടെ ഇറക്കണല്ലേ പറടാ. അത്ര ഇതിന്റെ ഉള്ളിൽ വെക്കുന്നു വണ്ടിന്റെ മേലെ. അയ്യോ അവിടെ പറഞ്ഞ 2 ടീം ഇവിടെ ഉണ്ട്. ഇന്റെ ടോക്കനൊക്കെ പോയി, 1000 ടോക്കൺ പോയി. എവിടെ
ഞാൻ പാടാ അത്രേ ഉള്ളൂ. ചുമ്മാ നിന്ന് കൊടുക്കണം അവന് വേണ്ടി. അന്തസ്സുള്ളടാ, അന്തസ്സുണ്ട്. എടാ പൊക്കടാ വൈരവ, 3500 ടോക്കൺ കളയല്ലടാ. എടാ ഭീമാശക്തി വൈരവരെയൊക്കെ തട്ടു ഇപ്പൊ. എടാ ഭീമാശക്തിയിൽ പോയിട്ടെങ്കിലും പൊക്കി തന്നെ. ആ ഉണ്ടാ പണി കഴിഞ്ഞില്ലേ. ഔട്ട് ഓഫ് സോൺ മറ്റു സാധനമൊന്നും ഇല്ല ഡെവിലേ. ആന്തില്ലാത്ത ഞാൻ ചത്ത്. എടാ മയില്, അപ്പൊ നിന്നെ ഞാൻ പൊക്കാമേ. എടാ ഞാനുണ്ടാ പാവൻ ഞാൻ. അവനെങ്കിൽ അവനെ ഇവിടെ ഒരു വണ്ടി വന്നു. വൈരവന് ഫുള്ള് ചിപ്പിലാ പോണത്. ഞാൻ പോട്ടെ വൈരവാ. ആ അത് കഴിഞ്ഞിട്ട് എടാ തള്ളയോളി മച്ചാനെ പൊക്കട. ആരുടെ രുദ്രനെ എടുത്ത് ടോക്കണ്ട് പൊക്ക്. രുദ്ര നിനക്ക് പൊക്കാം. കാലം ചക്കരമുത്ത് പൊന്നെ കേരള, പൊന്നെ കേരള മുത്ത് വച്ച നിധിയല്ലേ നീ, ആത്മരാഗമധുരം പൊക്കടാ. പിന്നെ പോവാ ലൂട്ടെടുക്കാനൊക്കെ ദൈവം തന്ന നിധിയല്ലേ നീ, ആത്മരാഗമധുവല്ലേ. എന്നാൽ 5300 ടോക്കൺ കൊണ്ട് അവൻ വന്ന് ചത്ത ചാവക്കം നശിച്ചവൻ. ഏതാ നോക്ക്. ഇനി എന്റെ എത്ര ടോക്കൺ ഉണ്ട് നോക്ക്. എടാ 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 ഇവിടെ ഇനിമയാടാ വാൾട്ടറെ. എവിടെടാ? പിറകില് പിറകില്. നിന്റെ പിറകിലോ? നിനക്ക് പൂട്ട്, നിനക്ക് പൂട്ട്. ഫുട്ട് ഫുട്ട്. കണ്ട് കണ്ട് കണ്ട്. അവനും വീണ് ഞാനും വീണ്. ഇവിടെ വേറെ ഒരുത്തനുണ്ടോ? എടാ പൊക്കണ് പൊക്കണ് പൊക്കണടാ. എടാ പൊക്കടാ. അവിടെ 3 പേരുണ്ടോ ചങ്ങായിയെ. ഡെവിള അടി അടി അടി. അവന് ഡാം അവനക്കല്ല മറ്റോനോടാ. അവൻ്റെ ടീമേറ്റ് വേറെ അടുത്തുണ്ട് ഇവിടെ. അവനക്ക് ഡാം ഉണ്ടാവും. ആ എന്നാ വരുന്നു. ആ ഇത്രേ ഉള്ളൂ. ഒരുത്തിനും കൂടി ഉണ്ട്. ഒരുത്തിനും കൂടി ഉണ്ട് കേട്ടോ മോനെ. ഇവിടെ ഇവിടെ ഇവിടെയാ ഒരുത്തൻ. രുദ്ര ഒന്ന് പൊക്കിത്താടാ. 2 ടോക്കൺ ഇട്ടാ ചങ്ങായിയെ. ഇജിപ്പ വിട്ടാ കിട്ടും. എന്നെ അടിക്കാതെ നോക്കണം നിന്റെ ഉത്തരവാദിത്വം. അതല്ല എടാ അത് ദൈവത്തിന്റെ കയ്യിലാടാ. അപ്പൊ കിട്ടിയത് തന്നെ അടി. മച്ചാനെ പെട്ടെന്ന് സോണ് കയറിക്കോ. നല്ല ഡാമ വരുന്നു. എടാ ഈ കപ്പിന്റെ മേലെ ഇറങ്ങിക്കാൻ പറ്റുമോ? അല്ല സോണ് കയറിയിട്ട് പേടിക്കായിരുന്നു. എടാ 2 ആൾ ഇവിടെ ഉണ്ട്. 2 ആൾ ഇവിടെ. ആ എടാ എന്നെ മോളിന്ന് തന്നെടാ. മറ്റേ പിറകിന്ന് അടിച്ചേ. രുദ്ര അവൻ താഴോട്ടിറങ്ങി ഓടിയേ. അവനും തൂക്കാൻ പോവാ. എടാ ഇവൻ നണ്ടോ എന്നെ അടിച്ച പുണ്ടശിവൻ. നിനക്ക് എന്നെ തുക്കി കൂടായിരുന്നാടാ ചെറ്റ. വേറെ അടി നീ കണ്ടിക്ക്. ആ മണ്ടക്കിക്ക് വൈരവാ മുകളിലേക്ക്. മുകളിൽ കയറി പോടാ. എടാ മുകളിൽ കയറി പോടാ. വീട്ടിനകത്ത് പോയിരിക്കടാ സേഫായിട്ട്. ഞങ്ങള് മാത്രമേ ഉള്ളോ? ടോപ്പ് 5 അടിക്കണേ, ടോപ്പ് 5 അടിക്കണേ. ഇപ്പൊ എത്രയായി? ആ ഊമ്പിതാ 14 അവനും പൊക്കി വിട്ടറാ നശിച്ചായി. നിങ്ങൾ ഇവിടെ ഇരുന്നാ മതി. ഒരു സീനും ഇല്ല. സപ്പോർട്ട് എടാ പോടാ ഒന്ന് പൊക്കിയാ മതി നീ. ടീമേറ്റാ അത്. ടീം വൈപ്പാ. ഇതടിച്ചു വിടറാ. ഈൽപിസ്റ്റൽ അടിച്ചു വിടറാ. എടാ മെഡിക്കറ്റ് വേണമെന്നാ കുഴപ്പമില്ല. ഈൽപിസ്റ്റൽ അടിച്ചു വിടറാ മുന്നേ. അത് സാധനം ഫുള്ളായിക്കണി. അത് പോണി പെട്ടെന്ന് ഹീലാവാൻ വേണ്ടിട്ടാ അത് പറഞ്ഞേ. വലിച്ചെറിയുന്നേ. ഏതെങ്കിലും കിട്ടിയാലോ കുടുങ്ങിയാല്. എടാ ഇനിമേ ഉള്ളടിച്ചെറിയടാ. ഓ ദ്രോഹി. ഇനിമയല്ലേ ഇവിടെ താഴെ. ഒരുത്തനും കൂടെ ചത്തിട്ടാ നിങ്ങൾ രണ്ടുപേരും ചാവാവും. ആ ഒരുത്തൻ ആൾട്ടർ ആയിരിക്കേ. ഞാൻ പറഞ്ഞില്ലേ ആ ഒരുത്തൻ ആൾട്ടർ ആയിരിക്കും. അവന്മാരെ ടീമായിരുന്നാ. കുഴപ്പമില്ല. കോമഡിയടാ അത്. നാളത്തെ റൗണ്ട്
പോവാ പെട്ടെന്ന് കഴിയും 2-3 ഇരിക്കുക. എടാ എന്റെ മുതുകിൽ എന്തോ കടിച്ചടം നല്ല നീരടിച്ചിരിക്കും. എടാ അത് മറ്റേ ഇതായിരിക്കുമെടാ, എന്നിട്ടേ എന്തരോ വിഷം കൂടി എന്തരോ ഒരു സാധനം ഉണ്ടാ. നീ 2 ദിവസത്തിനകത്ത് പടോ. എനിക്ക് തോന്നുന്നത് നല്ല നീരായി. എടാ സംഭവം ഇത്തിരി സീരിയസ് ആണ്. നീ ചിരിച്ചു കളിച്ച് കളയാനുള്ള കാര്യമല്ല. നീ അത് ചിരിച്ചു കളിച്ച് കളയാനുള്ള സാധനമല്ല കേട്ടാ വാൾട്ടറെ. അത് എന്താണാവോ സാധനം പറയൂ. അതിത്തിരി വലിയൊരു ഇതാണത്. എന്താണ് എന്തൊരിതാ അത്? ഇങ്ങനെയുണ്ടോ ഇത്? ഇങ്ങനെ ഉണ്ടോ ഇത്? എന്തൊരിതാ അത്? അതെന്താ അത്? എന്തൊരിതാ അത്? ഇങ്ങനെയുണ്ടോ ഇത്? ഹൈ വല്ലാത്തൊരു ഇതായി പോയി. ഒരു വലിയൊരിതാ. രക്ഷപ്പെടണമെങ്കിൽ ഡോക്ടർമാരൊക്കെ മറ്റേ പറഞ്ഞതാ, രക്ഷപ്പെടാൻ വഴിയില്ല. ലൈക്ക് ആ സംഭവം പറഞ്ഞ സാധനം. എന്താ അതിന്റെ പേര്? ഒരു വലിയൊരിതാ. അങ്ങനെ പറയാനൊന്നും പറ്റത്തില്ല പേരൊന്നും പെട്ടെന്ന്. അതൊരു ഇതാണത്. എല്ലാരും ഡ്രസ് മാറ്റിയത് സ്റ്റോറി ഇടാത്തിട്ട് ഫോട്ടോ എടുക്കാം. ഞാൻ ഈ ഡ്രസ് കൊറേ പ്രിഫറൻസ് ഒക്കെ എടുത്തിട്ടിട്ട ഡ്രസ്സാണ്. എടാ അടുത്ത കളി സ്റ്റാർട്ട് ചെയ്തടാ. സ്റ്റാർട്ട് ചെയ്യടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യും. 3 നേരം വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് അവിടെ. ഒരാളെ കൂടെ വിളിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യും. ആരാ ഉള്ളത്? ആരും ഇല്ല എന്റെ ഫ്രണ്ടിലെ. ആരും ഇല്ലേ? അറിയാ ധൈര്യവയം പോയി മൂഞ്ച. നോക്ക് കിടന്നുറങ്ങാനായിക്കുന്നു. ഞാൻ സ്ട്രേഞ്ചിൽ വരാം, അപ്പൊ ആരെങ്കിലും കാണും. വെയിറ്റ്. ആ പെട്ടെന്നായോ. ഒരടുത്ത കളിയും തുടങ്ങി മയില്. ഇപ്പൊ കാത്തുന്ന ഞമ്മളായിരിക്കും. നമ്മളാരായി? ഞാൻ ആരായിട്ടാ? മച്ചാനെ ഡയമണ്ട് ഉണ്ടോ ഗിഫ്റ്റ് അയക്കാനി? നീ ആളുണ്ടെന്നാണ് എന്റെ ഇതിൽ വന്നത്. സംഭവം ആള് കളിച്ചോണ്ടി. അടുത്ത ആള് വരട്ടെ. എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടതാണോ? അടുത്ത ആള് വരട്ടെ. സിംഗലോ വന്നായിനി അല്ല വന്നതുപോലും ഇല്ല. മനുഷ്യ സിംഗിളോ ആ സിംഗലോ സ്റ്റാർട്ട് ചെയ്യണം 3 പേര് മതി. സ്റ്റാർട്ട് സമയമില്ല. സ്റ്റാർട്ടാക്കടാ. എന്ത് സമർപ്പിക്കാനാ പള്ള എനിക്ക്. എനിക്കൊരു 200 ഡയമണ്ട് ടോപ്പ് ചെയ്തിട്ടോ. 200 diamonds please top up me. എനിക്കില്ല. പിന്നെ എന്തുവാടാ ഈ സാധനം? ഒരു ഇത് മറ്റേ കണ്ണിന്റെ സ്കിന്നല്ലേ? ഞാനെങ്കിൽ ഇതൊരു പാത്രത്തിൽ നിന്ന് കത്തിയൊക്കെ പോകണുണ്ടപ്പോ രക്ഷി കത്തിന്റെ വല്ല സ്കിന്നാണ് നോക്കിക്കണത്. ഡബിൾ റൈറ്റ് ഓഫ് ഫയർ, സിംഗിൾ റേഞ്ച്, പവർഫുൾ. പക്ഷെ സ്പിന്ന് ചെയ്യണമെന്നൊക്കെ ഉണ്ട്. ഞാൻ ചെയ്യൂല, സത്യമായിട്ട് ചെയ്യില്ല. 3000 ഡയമണ്ട് പൊട്ടിച്ച് വണ്ടിൽ തരാത്തല്ലേ, തീരും തില്ലടാ. ഇല്ലടോ 2 ടോക്കന് മാത്രം തന്നിക്കണ് 3000 ഡയമണ്ടിന്. ആടോ ഒരു 2000 ഡയമണ്ട് കിട്ടിയ സാധനം കിട്ടിയെന്ന്. കാരണം എല്ലാവർക്കും 4000 ഡയമണ്ടിന്റെ മേലെ നമ്മളാണ് ടോക്കൺ വാരി കൊടുക്കണത്. ഏകദേശം 1000 ഡയമണ്ട് ഒതുങ്ങുന്നു. 1000 ഡയമണ്ടാ
ഞാന് 6000 ഡയമണ്ട് പ്രതീക്ഷിച്ചതാ. ഞാൻ ഏകദേശം 2400 ഡയമണ്ട് ഒരു ടോക്കണ് വെച്ച് കണക്ക് കൂട്ടി. അപ്പം 8000 ഡയമണ്ട് മിനിമം വേണം, എന്നാൽ എന്തായാലും കൺഫേം കിട്ടും. ഞാൻ പറയണത് ഈ ഇപ്രാവശ്യത്തെ മറ്റേ പൊട്ടാസിന്റെ ഇത് കറക്ക്. പൊട്ടാസിന്റെ എവിടെ? പക്ഷെ അതിന് അത്ര ഡയമണ്ട് വേണ്ടിയില്ല. ഏകദേശം 9 പൈസയല്ലേ ഉള്ളൂ, കിട്ടുമെന്ന് തോന്നിയില്ല. ഉണ്ടെങ്കിൽ അതിപ്പോൾ ഞാൻ എത്ര 450 ഡയമണ്ട് ഇട്ടുള്ളൂ. വെറുതെ സ്പിൻ ചെയ്ത് കഴിഞ്ഞാൽ മൂഞ്ചു. അപ്പോൾ അതിനാണ് നല്ലത് അടുത്ത മാസം ഇവോ ബണ്ടിൽ വരുന്നുണ്ട്, ഇനി അത് സ്പിൻ ചെയ്ത് നോക്കാം. അടുത്ത മാസം ഇവോ ബണ്ടിൽ വരുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ M60 ഇവോ ഗണ്ണ് വരുന്നുണ്ട്, അതെടുക്കും. M60 ഇവോ ഗണ്ണ് അടിപൊളിയാടാ. മറ്റേ ടൈറ്റിലൊക്കെ കൊടുത്തിരിക്കണേ അതിൻ്റെ കൂടെ തന്നെ. സാധനം സെറ്റ്. കയ്യിൽ ഇത് ഇഷ്ടം, അതിന്റെ ലുക്ക് നല്ല രസമുണ്ടാ കാണാൻ. എന്തിന്റെ തീമിലാണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായിട്ടില്ല. ഇമോട്ടും കൊള്ളാം. ഡബിൾ റേറ്റ് ഓഫ് ഫയർ ഡാമേജ് പോരെ. പിന്നെ അൺലോക്ക് എബിലിറ്റി ആണെങ്കിൽ എക്സ്ട്രാ ഡാമേജ് ഫയറിംഗ് ആയിട്ട് ഗ്ലൂ ആണ്. ഹിറ്റ് എഫക്റ്റ് ഏതാ? സിംഗിൾ ഡാമേജ് ഡബിൾ ടൈറ്റിൽ ഉണ്ടല്ലേ അൾട്ടിമേറ്റ് M60. പക്ഷെ റീലോഡ് സ്പീഡാണ് പ്രശ്നം. അത് പറയും. പക്ഷെ അത് ആവശ്യമല്ലേ നമുക്ക്, അറിവുണ്ടല്ലേ. റീലോഡ് സ്പീഡ് എന്തോ റീലോഡ് സ്പീഡ് മറ്റേ ആ ക്യാരക്ടർ ഇട്ട് കഴിഞ്ഞാൽ റീലോഡ് സ്പീഡൊക്കെ ടക്കടക്കാൻ കൂടും. ഇതിൻ്റെയൊക്കെ ഒരു സാധനം ഉണ്ട്, റീലോഡ് ആവണമെന്നുണ്ടെങ്കിൽ അടുത്ത എനിമി മൊത്തം തീർത്ത് നമ്മൾ പോയിട്ടുണ്ടാവും. ആ M10 ഇവോ ഗണ്ണ്. സ്കോർപിയോ നോക്കട്ടെ. ഗ്രീൻ ഡ്രാഗോ അതിന്റെ കയ്യിലുള്ളത് പച്ച. റീലോഡ് സ്പീഡ് പറ്റ പോക്കാം. മറ്റേ 2 പ്രാവശ്യം തോംസൺ റീലോഡ് ചെയ്യണ ടൈം പിടിക്കുന്നത് പണിയടാ. പക്ഷെ കിട്ടിക്കഴിഞ്ഞാൽ 2 അടിയുടെ ഉള്ള ആള് സ്പോട്ടിൽ ഡെഡാ. ഡബിൾ സിംഗിൾ ഡാമേജ് ഡബിൾ റേറ്റ് ഓഫ് ഫയർ, പിന്നെ റീലോഡ് സ്പീഡ് മൈനസ്. ആക്രസ് ഇല്ല, റേഞ്ച് ഇല്ല, മൂവ്മെന്റ് സ്പീഡ് ഉണ്ട്, മാഗസീൻ കുറവാണ്. അതേ സമയത്ത് ഇതിൻ്റെ പിന്നെ അതേ സമയത്ത് ഇതിൻ്റെ അടുത്ത് വിന്റർലാൻഡും ഉണ്ട്, സിംഗിൾ ഡാമേജ് ഡബിൾ ആക്രോസിയിൽ. അതേസമയം മറ്റേ ഇതുണ്ടല്ല M10 സ്കോർപിയോ ആണെങ്കിൽ ഇതുണ്ട്. M60 M10 സ്കോർപിയോ ആണെങ്കിൽ ഡബിൾ റേറ്റ് ഓഫ് ഫയർ, സിംഗിൾ ആമ, മൂവ്മെന്റ് സ്പീഡ് കുറവാല്ലോ. അത് കൂട്ടാവുന്നേ ഉള്ളൂ, നമുക്ക് ആദ്യം ക്യാരക്ടർ ഇട്ടാലും മതി. റീലോഡ് സ്പീഡ് പറഞ്ഞു കഴിക്കൂലല്ലേ. റീലോഡ് സ്പീഡ് പറ്റ പോക്കാണെങ്കിൽ മൂഞ്ചു. സത്യം, എനിമി അടുത്തൊന്ന് അടിച്ചിട്ട് പോകുമ്പോ നമ്മൾ റീലോഡ് ചെയ്തോണ്ടി റേഞ്ച് പോയി കിടക്കണ മാതിരിയാ. ഈ റേഞ്ച് പോയ കാണല്ലേ എനിമി നമ്മൾ അടിച്ചാലും ചാവൂല. സത്യം, P90 റീലോഡ് സ്പീഡ് കുറവ്. ഇവോ പിന്നെ എന്തിനും ഇവോ വെച്ചാണ്. പക്ഷെ ഇവണില് ഏക്കൊക്കെ സെറ്റാട്ടാ. M4 അതൊക്കെ ഏക്കൊക്കെ തൊട്ട ഹെഡ് കയറണക്ക്, ഹെഡൊക്കെ അടിച്ചിട്ടൊക്കെ ഏക്ക കിട്ടിയാ പിന്നെ ഒരു രക്ഷ സ്മൂത്തായിട്ട് കയറും. അവിടെ ഹെഡ് അടിക്കാൻ അറിയാത്ത എനിക്ക് ഹെഡാ കയറണം ഏക്കറ്റ്. എല്ലാ കളിൻ്റെ നോക്കി, എല്ലാ കളിയിലും ഏക്കറ്റ് ഞാൻ ഹെഡ് അടിക്കും. പക്ഷെ ബാക്കി ഏത് കണ്ണ് ഞാൻ ഹെഡ് അടിച്ചിട്ട് തരാം. ഇവോയ്ക്ക് നല്ല സ്മൂത്തായിട്ട് ഹെഡ് കയറും. അത് ഞാൻ മറ്റേ ഇവോ ആക്സസിലുള്ളത് എടുത്തപ്പോഴും അത് 4 കിട്ടിയെങ്കിലും
തോംസന് MP40 ഉണ്ട്. MP40 മൂവ്മെന്റ്സ് കൂടെ നല്ല ഉണ്ട്. XMIT ഡബിൾ XMIT കണക്കന്നെ. ഒരു മരുന്നിലുണ്ടാണ് ഒരു മരുന്നില്ലല്ലോ നോക്കി നല്ല